Local outfit. Oh really? Yeah. It's good. Nice. അങ്ങനെ ഇവിടെ പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ ഇമിഗ്രേഷന് പോവാണ് guys. Only us going for the immigration. Yeah. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. കഷ്ടകാലത്തിന് നമുക്ക് ഇന്ന് ഇമിഗ്രേഷനിൽ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒന്നും പേടിക്കണ്ട, നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പോയപ്പോൾ അവസ്ഥയല്ല ഇപ്പൊ ദേ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണല്ലോ വീഡിയോയിൽ വ്യത്യാസം. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. Hello Russian people. Of course you are here. What do you go to? This is Italy, this is South Korea, this is Russia. Oh. What can I see here? What is it? Homie? Yeah. ചൈനീസ് എഴുതുന്നത് കാലിഗ്രഫി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതേ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഓരോ രാജ്യത്തു നിന്നുള്ളവർ ഓരോരോ ലാംഗ്വേജ് എഴുതുകയാണ് ഈ കാണുന്നത്. നമ്മൾ പിന്നെ മലയാളം എഴുതണല്ലോ, കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ മലയാളം എഴുതിയിട്ടുണ്ട്. ബൈ ദ വേ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിനെയാണ് കാലിഗ്രഫി എന്ന് പറയുന്നത്. ഇന്ത്യൻ ചായ് വാല. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടർ. നമ്മൾ ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ചായ ആണ്. ഈ ചായൻ്റെ ഇത്രയും വലിയ ഡിമാൻഡ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ജസ്റ്റ് ഇങ്ങനെ പറയായിരുന്നേ, ചൈനയിൽ ശരിക്കും ഒരു ഷോപ്പ് ഇട്ടാലോ എന്ന്. What is this? Chocolate dates. Hey my boy. Hey my boy. Yo. Who is this? We call it kolo. Kolo, yeah. Yo, Yeah. it's Ethiopian. Okay. Hey, Adam, try this. Candelino. Of course. This? With this? Yeah. Baka. It's spicy? Eat this one and we try this one. Really? Yeah. A little bit spicy? Whoa. Yeah. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. ഓരോ കൺട്രിക്കും ഓരോ സ്റ്റോളുകളുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും ഫുഡ് ആയിട്ടോ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡ്രസ്സിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ തന്നെ കാണാൻ പറ്റില്ല എത്ര ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഡ്രസ്സസ് ആണ് ഓരോരുത്തർ ഇട്ടിട്ട് നിൽക്കണേന്ന്. പിന്നെ ഈ ഒരു സ്റ്റോളിൽ നോക്കുവാണെങ്കിൽ ഇവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും ഇവരുടെ ഫുഡ് ഐറ്റം ആണെങ്കിലും എന്തൊക്കെ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ആണല്ലേ. ഈ ഒരു ഇവന്റിന്റെ ഇന്റൻഷനും അതിന്റെ പേരും അത് തന്നെയാണ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൾച്ചറൽ ആൻഡ് ആർട്ട് എക്സ്ചേഞ്ച് ആക്ടിവിറ്റി. ഈ ഒരു ഇവന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഓരോരോ രാജ്യത്തിനും അതിൻ്റെതായ റെസ്പെക്റ്റീവ് ഡ്രസ്സസ്, അതിൻ്റെതായ ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമുക്ക് കണ്ണുള്ള പോലെ അവർക്കും ഉണ്ട്. അതിൻ്റെതായ രീതിയിൽ റെസ്പെക്ട് ചെയ്യുക. എന്തേ ശരിയല്ല, ചുമ്മാ ഫുഡും ഡ്രസ്സും ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ, ഡാൻസ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ കുറച്ച് ഡാൻസും ഇവിടുത്തെ നടന്ന കുറച്ച് പ്രോഗ്രാമും കാണിച്ചു തരാം. I don't want this shit, but in money. What's up? Cause you know say my papa don't like that. What's up?
ആ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്നിട്ട് നമ്മളോട് ഈ ഒരു പാട്ട് പാടിത്തരുമെന്നും. പക്ഷെ എനിക്കിത് അറിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പാടിത്തരും. അതിങ്ങനെ കഴിയുമ്പോഴേക്കും ഇവിടെ കലാശക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പല പല രാജ്യത്തു നിന്നുള്ള പല പല കൾച്ചേഴ്സുള്ള പല പല ആൾക്കാർ, അവരെല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കും, ഫുഡ് കഴിക്കും, അവരുടെ കൾച്ചർ ഡ്രസ്സ് ഷെയർ ചെയ്യും. എല്ലാം കൂടെ ഒരു അടിപൊളി രസമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ തന്നെ പല പല കൾച്ചേഴ്സും പല പല രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളത്. എന്നിട്ട് ഇവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ സന്തോഷത്തോടുകൂടെ നമുക്കും ജീവിക്കാൻ പറ്റും, പക്ഷെ അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കിയത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കുന്നത്. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് എൻജോയ് ചെയ്തോളൂ. ഈ ഒരു ടൈമിൽ എനിക്ക് നോക്കുമ്പോൾ ഒന്ന് നോക്കി നോക്കും നിങ്ങൾ, പല പല കൺട്രിയിൽ നിന്നുള്ള പല പല റിലീജിയനിലുള്ള ആൾക്കാർ ഒരുമിച്ച് എന്ത് സന്തോഷത്തോടുകൂടി അവർ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നതാണ് ഇത് കാണുന്നത്. പരിപാടി കഴിഞ്ഞ് പോകാൻ നേരത്തെ ഈ പിള്ളേർ വന്നിട്ട് ഈ പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ അവർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ അപ്പം തന്നെ അത് സാധനങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ ഡോർമെട്രിയിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. Every